എന്താണ് ഷിർക്ക്, എന്താണ് ബിദ്അത്ത് എന്ന് ശരിക്കും പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് മുജാഹിദ് മൗലവിമാർ ജനങ്ങളെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും മികച്ച പ്രകടമായ ഒരു ഉദാഹരണമാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. ഇത്രയും കാലം ഒരുപാട് മുജാഹിദ് മൗലവിമാർ അവരുടെ പൊതുവേദികളിൽ നബിദിനാഘോഷം ഷിർക്കാണെന്ന് പച്ചയായി പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ തന്നെയാണ് ജനാബ് ഫൈസൽ മൗലവി. ബിസ്തം വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ പ്രഭാഷകനുമെന്ന് അവർ വിശ്വസിക്കുന്ന പരിചയപ്പെടുത്തുന്ന ജനാബ് ഫൈസൽ മൗലവി ഒരു പൊതുവേദിയിൽ തള്ളുന്ന തള്ള് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതുകൊണ്ടാണ് നബിദിനാഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കാത്തത്. നബിദിനാഘോഷത്തിൽ ഷിർക്കുണ്ട്, ബിദ്അത്തുണ്ട്. അതുകൊണ്ട് അത് മുസ്ലിങ്ങളല്ലേ ചെയ്യുന്നത്, അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്ന് നമ്മൾ പറയാറില്ല. കേട്ടോ, യാതൊരു ഉപാധിയുമില്ലാതെ നബിദിനാഘോഷത്തിൽ ഷിർക്കുണ്ട് എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇതൊരു പൊതുവേദിയാണ്, അങ്ങോട്ട് ചോദ്യം ചെയ്യാനോ കയറി ചോദിക്കാൻ ആരുമില്ല, അതുകൊണ്ട് സൗകര്യമാണ്. എന്നാൽ നേരിട്ട് സംവാദത്തിന് വന്നപ്പോൾ, സുന്നി പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം ഈ നിലപാട് മാറ്റി പറയുന്നത് കേൾക്കൂ. നബിദിനാഘോഷം ഷിർക്കാണെന്ന വാദം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് നബിദിനാഘോഷം ഷിർക്കാണെന്ന വാദമേ ഇല്ല. അതേസമയം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം? വളരെ വിശദമായി, വളരെ വ്യക്തമായി ഇതിന്റെ സംഘടനാപരമായ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ KNM-ഉം SKS-ഉം തമ്മിലാണ് ചർച്ച നടക്കുന്നത്. KNM രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്ന് വരെയും മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി തങ്ങളുടെ വാദമായി എവിടെയും നബിദിനാഘോഷം ഷിർക്കാന്ന് എഴുതിയിട്ടില്ല. ഷിർക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവരും സമുദായത്തെ പഠിപ്പിച്ചല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എഴുതി കിട്ടുന്ന താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നബിദിനാഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കാത്തത്. നബിദിനാഘോഷത്തിൽ ഷിർക്കുണ്ട്, ബിദ്അത്തുണ്ട്. അതുകൊണ്ട് അത് മുസ്ലിങ്ങളല്ലേ ചെയ്യുന്നത്, അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ അതല്ല വിഷയം. അങ്ങനത്തെ ഒരു വാദമില്ല. നബിദിനാഘോഷം ഷിർക്കാണെന്ന് KNM എവിടെയും അവരുടെ ഔദ്യോഗിക ആദർശമായി പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുമാണ്, തെറ്റന്നെയാണ് സംശയം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞിട്ടില്ല 100%. തെറ്റാണ്, തെറ്റ് തന്നെയാണ്. 100% അല്ല, 110%. ഇത് മാത്രമല്ല, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും തെറ്റാണ്. ഷിർക്കാണെന്ന് മാത്രമല്ല, ബിദ്അത്താണ് എന്ന് പറഞ്ഞതും തെറ്റാണ്. നിങ്ങളുടെ മുൻകാല നേതാക്കന്മാർ നബിദിനാഘോഷം ആഘോഷിച്ചവരായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഷിർക്കാണെന്ന് പറഞ്ഞു, ആ ഷിർക്കാണെന്ന് പറഞ്ഞ് തിരുത്തിച്ചു. ആ നിലപാടിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന നിങ്ങളുടെ വാദം ഞങ്ങൾ തിരുത്തിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് സുന്നികളുടെ വിജയം. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. ഇത് മാത്രമല്ല, നബിദിനാഘോഷം ഷിർക്കാണ് എന്ന് അവർ പറഞ്ഞു വെച്ചതും എഴുതി വെച്ചതുമായ ധാരാളം രേഖകളുണ്ട്. ഇന്നത്തെ എല്ലാ വിഭാഗം മുജാഹിദുകളുടെയും നേതാവായ ഉമർ മൗലവി, ജനാബ് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിരുപാധികം നബിദിനാഘോഷം ഷിർക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ സംവാദം കൊണ്ട് ഇതൊക്കെ ബാത്തിലാക്കാൻ സാധിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സംവാദം സമൂഹത്തിന് വളരെ ഉപകാരം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.